നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ജമ്മു കാശ്മീരിലെ കുപ്വാര മേഖലയിൽ സൈന്യവും ഭീകരരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സൈനികനും ഒരു ഭീകരനും കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാരയിലെ മച്ചൽ സെക്ടറിലെ കാംകരിയിലെ ഫോർവേഡ് പോസ്റ്റിന് നേരെയാണ് വെടിവെപ്പ് നടന്നത് എന്നാണ് സൈന്യം അറിയിച്ചത്. ഒരു മേജർ റാങ്ക് ഓഫീസർ ഉൾപ്പെടെ 5 സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരു ഭീകരനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 3 ദിവസത്തിനിടെ കുപ്വാരയിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. കംഗാരി മേഖലയിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിടയിലാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. കംഗാരി മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന സൈന്യത്തിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. വടക്കൻ കശ്മീർ ജില്ലയിലെ തെഹ്ഗാം സെക്ടറിലെ കുംഗാടി സൈനിക പോസ്റ്റിന് സമീപം വെടിവെപ്പ് നടന്നതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂലൈ 24-ന് കുപ്വാരയിലെ ലോലാബ് മേഖലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികനും വീരമൃത്യു വരിച്ചു. 50ഓളം പാക് ഭീകരർ ജമ്മു കാശ്മീരിലെ മലയോര മേഖലകളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. ഭീകരരെ പിടികൂടാൻ ഈ പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. മേഖലയിൽ നുഴഞ്ഞുകയറിയ ഈ ഭീകരർ പരിശീലനം നേടിയവരാണ് എന്നും അമേരിക്കൻ നിർമ്മിത M4 കാർബൻ റൈഫിൾസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്നുമാണ് സൈനികരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വീരമൃത്യു വരിച്ചിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിലെ ഒരു സൈനികൻ. രാജ്യം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു. രാജ്യത്തിന്റെ ആദരാഞ്ജലികൾ.